മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ച് കോടതി. ഒക്ടോബർ 27-ന് ഹാജരാകാനാണ് നിർദ്ദേശം. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. നവമി ദിനേശ് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് നവമി. സമൻസ് അയച്ചിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്, അല്ലേ? ആര്യ, നമുക്കറിയാം വലിയ വിവാദമായതായിരുന്നു നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ മുൻ മാനേജറായിട്ടുള്ള വിപിൻ കുമാറിനെ മർദ്ദിച്ചത്. ആ മർദ്ദനത്തിനെ തുടർന്ന് പരിക്കേറ്റ വിപിൻ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഈ ഫ്ളാറ്റിൽ വെച്ചാണ് അന്ന് വിപിനെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചത്. അത് അവർ തമ്മിൽ കുറച്ച് നാളുകളായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിനൊടുവിലായി അന്ന് ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് വിപിൻ പോസ്റ്റ് ഇട്ടതായിരുന്നു വീണ്ടും ഉണ്ണി മുകുന്ദന്റെ പ്രകോപനത്തിന് കാരണം. ഇതിനെ തുടർന്നാണ് കാക്കനാട്ടെ വിപിന്റെ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്ത് ഇതിന്റെ കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 27-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ 27-ാം തീയതി കോടതിയിൽ എത്തുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഉണ്ണി മുകുന്ദൻ ഈ വിപിന്റെ ആരോപണങ്ങളെ തള്ളി ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ വിപിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വിപിൻ തന്റെ മാനേജർ അല്ല എന്നതടക്കം ഉണ്ണി മുകുന്ദൻ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വിവാദം കത്തിയതോടെ താരസംഘടനയിലും ഒപ്പം ഫെഫ്കയിലും ഉണ്ണി മുകുന്ദൻ പരാതി നൽകിയിരുന്നു. ഇരുവരെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തി. ചർച്ചകൾക്കൊടുവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഡി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോടായി പറഞ്ഞത്, അന്ന് ഉണ്ണി മുകുന്ദൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും അവ്യക്തതയുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ചില ഉണ്ണി മുകുന്ദൻ താൽക്കാലികമായി പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ചില കള്ളങ്ങൾ ആ യോഗത്തിൽ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഉണ്ണി മുകുന്ദൻ വിപിന്റെ മാനേജറാണ് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും പിന്നീട് ഉണ്ണി മുകുന്ദൻ ഇതിൽ പ്രതികരിക്കുവാനും തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് പോലീസ് ഇതിന്റെ ഈ ഫ്ളാറ്റിൽ അന്ന് ഉണ്ണി മുകുന്ദൻ എത്തി വിപിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചും ഇവരുടെ മൊഴികളെടുത്തും സഹപ്രവർത്തകരുടെ മൊഴികളെടുത്തതിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. ആ സമർപ്പിച്ച കുറ്റപത്രത്തിന് ഒടുവിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ നിന്നും 27-ാം തീയതി ഉണ്ണി മുകുന്ദനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരിക്കുന്നത്. തീർച്ചയായും നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.